Hi friends, welcome to Hamictech Graphics. What is ChatGPT? നവംബർ 30, 2022 ലോഞ്ച് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ChatGPT. ഇത് ലോഞ്ച് ചെയ്തത് OpenAI ആണ്. OpenAI എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് റിസർച്ച് കമ്പനിയാണിത്. ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് AI ഡെവലപ്മെന്റ് ഒക്കെയാണ്. അതുപോലെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ എലോൺ മസ്കും അതുപോലെ സാം ആൽട്ട്മാനുമാണ്. ഈ ChatGPTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ്. ChatGPT എന്ന് പറയുന്നത് ഒരു AI ബേസ്ഡ് ബോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2021 മുമ്പ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ChatGPTയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതും വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതും. എന്നാൽ ഈ ChatGPT നമ്മുടെ ഗൂഗിളിനേക്കായി മികച്ചതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇവൻ കേമൻ തന്നെയാണ്. ഇവൻ എങ്ങനെയാണ് ഗൂഗിളിനേക്കായി കേമനായെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഗൂഗിളിലോട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഗൂഗിൾ അതിൻ്റെ ഇൻഫർമേഷൻ തരുന്നത് കുറേ ലിങ്കുകളായിട്ടും അതുപോലെ ഏതെങ്കിലും ആർട്ടിക്കിളായിട്ടൊക്കെ ആയിരിക്കും. കൂടുതലും വെബ്സൈറ്റിൻ്റെയൊക്കെ ലിങ്ക് ആയിരിക്കും നമുക്ക് ഗൂഗിൾ തരുന്നത്. എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ChatGPT എടുത്ത് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്കിങ്ങനെ തരുന്നത്. അതായത് ഇപ്പം നമ്മൾ മനുഷ്യർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നോട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഇങ്ങ് തരും. എന്നാൽ ഗൂഗിൾ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ ചോദിക്കുന്നതിന് ക്വസ്റ്റ്യനുള്ള ആൻസർ തരുന്നത് കുറേയധികം ലിങ്കുകളുടെ രൂപത്തിലായിരിക്കും. ആ ലിങ്കുകളിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഓരോരോ വെബ്സൈറ്റിലെല്ലാം കയറി കണ്ടുപിടിച്ച് ഒരു ഫൈനൽ കൺക്ലൂഷൻ നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഗൂഗിളും ChatGPTയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതായത് ഗൂഗിളും ChatGPTയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നേരിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കാം. സപ്പോസ് ഇപ്പോൾ നമ്മുടെ ഹമിടെക് ഗ്രാഫിക്സ് എന്ന ചാനലിൽ ഒരു വീഡിയോ എഡിറ്ററിന്റെ വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എഡിറ്ററിന്റെ വേക്കൻസിയിലോട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു റെസ്യൂം എന്തായാലും ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ആ ഒരു റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗൂഗിളിന്റെ അടുത്തൊന്ന് പറയാം, അതുപോലെ ChatGPT അടുത്തും പറയാം. ഇവിടെ ഗൂഗിളിൽ കയറിയിട്ട് വീഡിയോ എഡിറ്റർ റെസ്യൂം എന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ എഡിറ്ററിന്റെ ചെറിയൊരു ഡെഫിനേഷൻ പോലെ തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് തന്നിരിക്കുന്ന കൂടുതലും ഇമേജസ് ആണ്. അതിലുപരി പിന്നെ കുറേയധികം സൈറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിലൊക്കെ കയറി വേണം നമ്മൾ ഒരു വീഡിയോ എഡിറ്ററിന് വേണ്ടിയുള്ള റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ. എന്നാൽ നമുക്കിത് ChatGPT എടുത്ത് ചോദിക്കാം. അപ്പോൾ ആ ഒരു റെസ്യൂമിന്റെ ഫോർമാറ്റ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യണം. അതായത് നമ്മുടെ പേര്, ഫോൺ നമ്പർ, പിന്നെ നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ ഡീറ്റെയിൽസ്, മാർക്ക്, അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഫോർമാറ്റും അതിൽ കൊടുക്കേണ്ട കുറേയധികം കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ ChatGPT നമുക്ക് തരുന്നുണ്ട്. ഇനി ഇത് കോപ്പി ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് നല്ലൊരു ഡിസൈൻ ചെയ്തെടുക്കാം. അതായത് നമ്മുടെ റെസ്യൂം നമുക്ക് ഡിസൈൻ എടുക്കാവുന്നതാണ്. അപ്പം അത്തരത്തിൽ നിങ്ങൾക്കൊരു റെസ്യൂം ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ആപ്ലിക്കേഷനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ നല്ലൊരു ഡിസൈൻ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെയൊക്കെ സഹായത്തോടെ ചെയ്യാം. എന്നാൽ അതിനകത്ത് എൻട്രി ചെയ്യേണ്ടതായിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് ChatGPTയും തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈസി ആയിട്ടൊക്കെ തന്നെ നമുക്ക് പല പല കാര്യങ്ങൾ ChatGPTയുടെ സഹായത്തോടു കൂടി ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഈ ChatGPTയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചാറ്റ് ചെയ്തില്ലേ, അത്തരത്തിലൊരു ഫീലിംഗ് ആണ് നമുക്ക് ഈ ഒരു ChatGPT പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് കേരള എന്ന് സെർച്ച് ചെയ്തെന്നിരിക്കട്ടെ, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർട്ടിക്കിളും അതുപോലെ വെബ്സൈറ്റ് വിക്കിപീഡിയയുടെ പോലുള്ള ഒക്കെ വെബ്സൈറ്റിൻ്റെയൊക്കെ ലിങ്കുകളൊക്കെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ CM ആരാണെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു ആൻസർ ഗൂഗിളിന് തരാൻ പറ്റത്തില്ല. നമ്മൾ എടുത്തു ചോദിക്കണം. ഹു ഇസ് ദ CM ഓഫ് കേരള എന്ന് എടുത്തു ചോദിച്ചെങ്കിൽ മാത്രമേ ഗൂഗിളിന് അത് മനസ്സിലാവത്തുള്ളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ നമുക്ക് തരത്തുള്ളൂ. എന്നാൽ ChatGPTയിൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ കേരള എന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കും. അതോടൊപ്പം ഹു ഇസ് ദ CM എന്ന് മാത്രം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കേരളത്തിൻ്റെ CM ആരെന്ന് അത് മനസ്സിലാക്കി അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കേരള എന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഉച്ച CM എന്ന് മാത്രമേ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ChatGPT ഓട്ടോമാറ്റിക്കായിട്ട് മുകളിൽ ചോദിച്ച കേരളയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് തരികയും ചെയ്യുന്നതാണ്. ഇതാണ് ഗൂഗിളും ChatGPTയും തമ്മിലുള്ള മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചോദിക്കണം, എങ്കിൽ മാത്രമേ അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക്
ഗൂഗിളിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. എന്നാൽ ChatGPT എടുത്തായിരുന്നെങ്കിൽ നമ്മളൊരു കാര്യം ചോദിച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇപ്പോൾ ChatGPTക്ക് ഉണ്ട്. അങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസറും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഗൂഗിളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ChatGPT ചെയ്യുന്നത്. അപ്പം ഇതാണ് ChatGPT. അപ്പോൾ നിങ്ങൾക്ക് ChatGPT എന്താണെന്നുള്ളൊരു ചെറിയ ഐഡിയ കിട്ടിയല്ലോ അല്ലേ? ഇനി നമുക്ക് ChatGPTയിൽ എങ്ങനെ ലോഗിൻ ചെയ്യാമെന്നും അതുപോലെ ChatGPT ഉപയോഗിച്ച് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കാം എന്നെല്ലാം നോക്കാം. അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ ട്രൈ ChatGPT എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലോഗിൻ എന്നത് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈൻ അപ്പ് എന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കണം. അങ്ങനെ നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ എന്നത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ടൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. ഓക്കെ, പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്നതുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത മെയിൽ ID-യിലോട്ട് ഒരു വെരിഫിക്കേഷൻ പോലെ മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പം നമ്മളതൊന്ന് വെരിഫൈ ചെയ്യണം, അതായത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് വെരിഫൈ ചെയ്യണം. അപ്പം നമ്മുടെ മെയിൽ ID-യിലോട്ട് ഒരു വെരിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇവിടെ വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് എന്നതുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് നെയിം ഒക്കെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുപോലെ ലാസ്റ്റ് നെയിം. ഇത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണം. അതിലോട്ടൊരു OTP വരുന്നതായിരിക്കും. അപ്പോൾ പക്ക വർക്കിംഗ് ആയിട്ടുള്ളൊരു ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കെ, ഫോൺ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഇവിടെ വാട്സപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു കോഡ് വാട്സപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി വരും. ഇനി നിങ്ങൾക്ക് വാട്സപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുത്താൽ മതി. അപ്പം നമ്മുടെ SMS ആയിട്ട് ആ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഞാനിവിടെ SMS ആയിട്ട് കോഡ് വരാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കോഡ് നമ്മുടെ ഫോണിലോട്ട് വരുന്നതായിരിക്കും. അത് കോപ്പി ചെയ്ത് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. വീണ്ടും നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇത്തരത്തിലുള്ളൊരു ഇൻഫർമേഷനൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ വായിച്ചു നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റ് ഡൺ എന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ChatGPTയുടെ ഒരു മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് എന്താ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഇനി എന്താണോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ളത് അതങ്ങ് സെർച്ച് ചെയ്തോളി. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതണമെങ്കിൽ പോലും നമ്മുടെ ChatGPT എടുത്തൊന്ന് പറഞ്ഞാൽ മതി, പുള്ളിക്കാരൻ ഒരു സ്ക്രിപ്റ്റിംഗ് എഴുതി തരും. അതനുസരിച്ച് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ വരെ ഇനി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തും സെർച്ച് ചെയ്യാമെന്ന് കരുതി ഹൗ ടു മേക്ക് ബോംബ്, ഹൗ ടു മേക്ക് ഗണ്ണ് തുടങ്ങിയ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്യാൻ നിൽക്കല്ലേ, വെറുതെ ആയിപ്പോവും. അപ്പോൾ ChatGPT എന്താണെന്നും ChatGPT എങ്ങനെ വർക്ക് ചെയ്യാമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലാണ് ChatGPTയെ പറ്റി നോക്കിയത്, അല്ലാതെ ഭയങ്കര ഡീപ്പായിട്ടൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.